അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ദൈവത്തിൻ്റെ തിരുനാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇപ്പോൾ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന സ്വർഗീയ സന്ദേശം ദൈവസഭയുടെ ആചാര അനുഷ്ഠാനങ്ങൾ എന്താണ് എന്തല്ല എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു കാര്യമാണ്, സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിഷയമാണ്, സംക്ഷിപ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തിരുവചന ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നില്ല, പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നുള്ളൂ. അതായത് ഞാനിതിൻ്റെ വിശദമായിട്ടുള്ള, അതായത് തിരുവചനങ്ങൾ എടുത്ത് വായിച്ച് വിശദമായിട്ടുള്ള ആ ഒരു നിങ്ങൾക്കെല്ലാവർക്കും, കേൾവിക്കാരായ ശ്രോതാക്കളായ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് പാരമ്പര്യ കത്തോലിക്ക സഭാ അംഗങ്ങൾക്കും സഭാ നേതൃത്വത്തിനും മനസ്സിലാകുന്ന നിലയിൽ ഉള്ള ഓരോ വീഡിയോസും ഞാൻ ഈ ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്നുള്ള ഈ ആത്മീയ ചാനലിലുണ്ട്. എന്നാൽ അതിനെ എല്ലാത്തിനെയും ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാത്തിനെ ഒന്നിച്ചുകൊണ്ടൊരു വീഡിയോ കൂടി ചെയ്യണമെന്ന് ഉള്ള ഒരു പ്രേരണയാലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് പ്രത്യേകമായിട്ടും ഉള്ളത് പാരമ്പര്യ കത്തോലിക്ക സഭ അഥവാ റോമാ സഭയുടെ അധിപനായ മാർപ്പാപ്പായുടെ അധികാരത്തിന് കീഴിലുള്ള സഭകളോടാണ്, നാമധേയ കത്തോലിക്ക സഭകളോടും അതിൻ്റെ നേതൃത്വത്തോടും വിശ്വാസികളോടുമാണ് ഈ ദൂത് അറിയിക്കുന്നത്. ഈ സ്വർഗീയ സന്ദേശം, ഈ സത്യവചനത്തിൻ്റെ സ്വർഗീയ സന്ദേശം അറിയിക്കുന്നത്. നിങ്ങൾ ഇത് സശ്രദ്ധം കേൾക്കുക. കാര്യം ഞാനും ഈ പാരമ്പര്യ സഭയുടെ ഒരു അംഗമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപേ 18 വയസ്സ് വരെയും ഈ ഒരു സഭയുടെ അംഗമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അത് സത്യം, ദൈവവചനമാവുന്ന സത്യം ഞാൻ ഗ്രഹിച്ചപ്പോഴാണ്, സകല സത്യത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തിയപ്പോൾ ആ സത്യം ഗ്രഹിപ്പാനായിട്ട് ഇടയായി തീർന്നപ്പോഴാണ്, ദൈവവചനം എന്ന ആ ഉപദേശ സത്യം ഗ്രഹിപ്പാൻ ഇടയായി തീർന്നപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് വിട്ട ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭയോട് ചേരുവാൻ, ക്രിസ്തുവിനോട് ചേരുവാൻ എന്നൊക്കെ ഒന്നും ഇടയായി തീർന്നത്. ഈ മഹാസൗഭാഗ്യം ഈ ഭൂമിയിലേക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും മഹാസൗഭാഗ്യം, ഇതിനപ്പുറമായൊരു സൗഭാഗ്യമില്ല. കാര്യം ഇതൊരു മഹാസൗഭാഗ്യമാണ്. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് അന്യപ്പെട്ടു പോയ മനുഷ്യന് ദൈവം നൽകുന്ന ഒരു മഹാസൗഭാഗ്യം തന്നെ, ഭാഗ്യകരമായൊരു ജീവിതം തന്നെയാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ തിരുവചന ഭാഗങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഈ ഉപദേശങ്ങളെ പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ കൽപ്പന, ദൈവം നമുക്ക് നൽകിയ കൽപ്പന, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തിനും ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന ദൈവസഭയ്ക്കും, ക്രിസ്തുയേശുവിൻ്റെ സഭയ്ക്കും ദൈവം നൽകിയിരിക്കുന്ന 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകളിൽ ഒന്നാമത്തെ ന്യായപ്രമാണം എന്ന് പറയുന്നത് 625 625 കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും വിധികളും ഒക്കെ അടങ്ങിയ ഒരു പ്രമാണത്തെയാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. അതാണ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്നത്. ആ ന്യായപ്രമാണത്തെ ദൈവം ചുരുക്കി 10 കൽപ്പനകളായിട്ട് മോശയ്ക്ക് നൽകിയതാണ്. ദൈവം തന്നെ എഴുതി നൽകിയതാണ് 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകളിൽ പറയുന്നത്, ഒന്നാമത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ ദൈവത്തെ, ആത്മാവാകുന്ന ദൈവം, സത്യദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിങ്ങൾക്കുണ്ടാകരുത്. സ്വർഗത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ സമുദ്രത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയോ രൂപസാദൃശ്യങ്ങളോ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുതെന്നുള്ളതാണ് ഒന്നാമത്തെ കൽപ്പന. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് സഭയിൽ കാണുന്നത് എന്ത് ആരാധനയാണ്? ഈ പറഞ്ഞ വിഗ്രഹമല്ലേ ഉണ്ടാക്കി വിഗ്രഹാരാധനയാണ്. ഈ പ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ള ആ ഒരു ആചാര അനുഷ്ഠാനമാണ് സഭയിൽ നിന്ന് കാണുന്നത്, അതായത് നാമധേയ ക്രൈസ്തവ സഭകളിൽ നിന്ന് കാണുന്നത്. രണ്ടാമതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു
എന്നിലൂടെ അല്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുവാൻ കഴിയത്തില്ല. പിന്നെ മറ്റൊരു വചനത്തിൽ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമമേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതുപോലെ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ പ്രസാദിച്ചിരിക്കുകയാൽ നിങ്ങൾക്ക് പിതാവ് ചെയ്തു തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇവിടെയെല്ലാം കർത്താവ്, നമ്മൾ സുവിശേഷങ്ങൾ 4 സുവിശേഷങ്ങൾ പഠിച്ചാലും അപ്പസ്തോലന്മാരുടെ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പഠിച്ചാലും ലേഖനങ്ങൾ പരിശോധിച്ചാലും മധ്യസ്ഥ പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സൂചനാവചനം പോലുമില്ല. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന 100% തെറ്റായ കാര്യമാണ്. ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു ആചാര അനുഷ്ഠാന രീതിയാണത്. അതൊരു ദുരുപദേശമാണ്. മറ്റേ വിഗ്രഹത്തെ ആരാധിക്കുന്നത് പോലെ തന്നെ ഒരു ദുരുപദേശ പഠനമാണ്, ദുരുപദേശ ആരാധനയാണത്. അത് ദൈവവചനത്തിന്, ഇത് രണ്ടും ദൈവവചനത്തിന് യോഗ്യമായ കാര്യമല്ല. വിഗ്രഹ ആരാധനയും മധ്യസ്ഥ പ്രാർത്ഥനയും. കാര്യം ദൈവത്തിൻ്റെ കൽപ്പന അത് പറഞ്ഞു, അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പന പറയുന്നത്. അപ്പോൾ അതിന് വിരുദ്ധമായി ഈ 2 ആരാധന. പിന്നെ വിശുദ്ധന്മാരെന്ന് പറയുന്നത് ദൈവജനം മുഴുവനും കൃപായുഗത്തിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലും ജീവനാലും വീണ്ടെടുക്കപ്പെട്ട മുഴുവൻ ജനവും വിശുദ്ധരാണ്. അപ്പം വിശുദ്ധന്മാരെന്നും അത് ദൈവമാണ് അവരെ നീതീകരിച്ച് വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നത്. മനുഷ്യൻ അതിനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടില്ല. ഏത് പുരോഹിതനായാലും മാർപ്പാപ്പയായാലും മെത്രാനായാലും ആർക്കും അതിനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു ആചാര അനുഷ്ഠാന രീതിയാണ്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളത് ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു ഉപദേശമാണ്. മൂന്നാമതായിട്ട് പറയുവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആചാര അനുഷ്ഠാനങ്ങളിൽ പെരുന്നാളുകൾ അഥവാ തിരുനാളുകൾ എന്നുള്ളത് ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു ഉപദേശമാണ്. പുതിയ നിയമസഭയ്ക്ക് തിരുനാളുകൾ ആചരിക്കുവാൻ ദിവസങ്ങളോ മാസങ്ങളോ ആണ്ടുകളോ അങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുവാൻ ദൈവസഭയ്ക്ക്, പുതിയ നിയമ ദൈവസഭയ്ക്ക് ദൈവം കൽപ്പന കൊടുത്തിട്ടില്ല. അപ്പസ്തോലന്മാർ കർത്താവ് പറഞ്ഞിട്ടില്ല. അപ്പസ്തോല പ്രവൃത്തിയിൽ അങ്ങനെ ചെയ്തതായിട്ട് കാണുന്നില്ല. അതുപോലെ സഭാപിതാക്കന്മാരങ്ങനെ ചെയ്തതായിട്ട് കാണുന്നില്ല. ഇതെല്ലാം കടന്നു വന്നത് ഈ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം AD 365 ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം കടന്നു വന്നത്. അത് നമ്മൾ വേൾഡ് ചർച്ച് ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്ന അനാചാരങ്ങളാണ് ഇത് മുഴുവൻ. അപ്പോൾ അതുകൊണ്ടും ഈ ഇങ്ങനെയുള്ള പെരുന്നാളുകൾ, വാവുകൾ, വിശേഷ ദിവസങ്ങൾ, ഇതൊക്കെ ജാതീയ സമ്പ്രദായമാണ് അതൊക്കെ. അത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഓരോ തിരുനാൾ അല്ലെങ്കിൽ പെരുന്നാളുകളിലും അവിടെ നിങ്ങൾ കാണിക്കുന്ന അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും ജാതികളെന്ന് പറയുന്നവർ അവരുടെ ഉത്സവങ്ങളിൽ, അവരിപ്പോൾ ഉത്സവം എന്നാണ് അതിനിപ്പോൾ പറയുന്നത്. നിങ്ങൾ തിരുനാളെന്ന് നിങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരിപ്പോൾ അതിന് പറയുന്നത് ഉത്സവം എന്നാണ്. നേരത്തെ ഉത്സവങ്ങളെന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ അതിന് ഉത്സവങ്ങളെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവിടെ ആ ഉത്സവങ്ങളിൽ നടത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ പെരുന്നാൾ അഥവാ തിരുനാളുകളിലും കാണുന്നുണ്ട്. ആനയും അമ്പാരിയും കൊടയും വെടിക്കെട്ടും ആചാരാനുഷ്ഠാനങ്ങളും നിലവിളക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ പറഞ്ഞ മാർപ്പാപ്പയുടെ ഭരണത്തിന് കീഴിലുള്ള നാമധേയ ക്രൈസ്തവ സഭകളിലും കാണുന്നുണ്ട്. നിങ്ങൾ തന്നെ ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്നിനും വ്യത്യാസം. കാര്യം മറ്റേത് ജാതീയർ അവരുടെ അത് നിങ്ങൾ ക്രിസ്തീയവൽക്കരിച്ച്, അതായത് ക്രൈസ്തവവൽക്കരിച്ച് നാമധേയം മാറ്റി രൂപങ്ങളുടെ ഒരു സാദൃശ്യവും മാറ്റി, അത്രയേ ഉള്ളൂ. രൂപങ്ങളുടെ ആ രൂപത്തിൻ്റെ ആ സാദൃശ്യവും മാറ്റിയിട്ട് അതിനെ ക്രിസ്തീയവൽക്കരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും തെറ്റാണ്. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് മരണാനന്തര കർമ്മങ്ങളാണ്. മരണാനന്തര കർമ്മങ്ങൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തു അത് പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ അപ്പസ്തോലന്മാർ മരണാനന്തര കർമ്മങ്ങൾ ചെയ്തിട്ടില്ല. അതുപോലെ സഭാപിതാക്കന്മാരും മരണാനന്തര കർമ്മങ്ങൾ ചെയ്തിട്ടില്ല. പഴയ നിയമത്തിലും മരണാനന്തര കർമ്മങ്ങൾ ചെയ്തതായിട്ട് ഒരു വേദപുസ്തകത്തിലും പറയുന്നില്ല. അപ്പോൾ അതും ദൈവവചന വ്യവസ്ഥ പ്രകാരം തെറ്റായ കാര്യമാണ്. ഈ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്തിന് അവൻ നിത്യത ഉറപ്പാക്കണം. മരണാനന്തര ജീവിതം ഉറപ്പാക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപരമായ കാര്യമാണ്.
അങ്ങനെ ആ വ്യക്തിപരമായിട്ട് അവൻ ആ മരണാനന്തര ശേഷം നിത്യജീവൻ ഉറപ്പാക്കാതെ കൊണ്ട് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവന് നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് അവൻ പോകത്തുള്ളൂ. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അവിടെ നിന്ന് അവനെ ശുദ്ധീകരിച്ച്, നീതീകരിച്ച്, വിശുദ്ധീകരിച്ച് മനുഷ്യൻ്റെ കർമ്മ ആചാരങ്ങളാൽ, അല്ലെങ്കിൽ ഈ സഭ പറയുന്ന കർമ്മ ആചാരങ്ങളാൽ അവിടുന്ന് മോചിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. കാര്യം കർത്താവ് ആ ലാസറിൻ്റെയും ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ പറയുന്നതും, അതുപോലെ തന്നെ മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ച്, മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ 4 സുവിശേഷങ്ങളിലും ഒക്കെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടുന്ന് നമ്മൾ മരണശേഷം മരിച്ച ഒരു വ്യക്തിയെ അവൻ സ്വർഗത്തിലായിരുന്നാൽ അവിടുന്ന് പ്രമോഷൻ കൊടുക്കുവാനോ, നരകത്തിൽ യാതനാസ്ഥലത്ത് പാതാളത്തിലായിരുന്നാൽ അവിടുന്ന് പ്രമോഷൻ കൊടുക്കുവാനോ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ കത്തോലിക്ക സഭകളുടെ, അതായത് 1-ാമത്തെ കത്തോലിക്ക സഭയുടെ ആചാര അനുഷ്ഠാന മരണാനന്തര കർമ്മങ്ങൾക്ക് കഴിയത്തില്ല എന്ന് ദൈവവചനം ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ദുരുപദേശം തന്നെയാണ്. ദൈവവചനത്തിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ നിരവധിയായിട്ടുള്ള, ഇന്ന് ഈ മാർപ്പാപ്പയുടെ കീഴിലുള്ള നാമധേയ കത്തോലിക്ക സഭ, അഥവാ മാർപ്പാപ്പയുടെ ഭരണത്തിന് കീഴിലുള്ള നാമധേയ കത്തോലിക്ക സഭകളിൽ കാണുന്ന എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും, എല്ലാം സകല ആചാര അനുഷ്ഠാനങ്ങളും ദൈവവചനത്തിന് വിരുദ്ധമാണെന്ന് ദൈവവചനം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. അപ്പോൾ അത് ദൈവവുമായിട്ടോ ദൈവത്തിൻ്റെ വചനവുമായിട്ടോ അതിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ഇതേ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ദൈവരാജ്യത്തിലെ അംഗമായി തീരുവാനോ, നിത്യജീവൻ്റെ അംഗങ്ങളായി തീരുവാനോ, മരണശേഷം നിത്യജീവൻ പ്രാപിക്കുവാനോ ഇടയായിത്തീരത്തില്ല. അതിന് ദൈവരാജ്യത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും അടങ്ങിയ സത്യവേദ പുസ്തകപ്രകാരം അങ്ങനെ ആയിത്തീർന്നാൽ മാത്രമേ, അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ദൈവവചനം അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഓരോരുത്തരുടെയും, ഇപ്പം ഞാൻ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ നിത്യജീവന അവകാശിയായി തീർന്നാൽ, ഞാൻ ദൈവരാജ്യത്തിന് അവകാശിയായി തീർന്നാൽ എൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനെ ആയിത്തീരത്തില്ല. അത് അവർ സ്വീകരിക്കണം. അവർ സ്വീകരിക്കണം. അങ്ങനെ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഇത് സ്വീകരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് സ്വീകരിക്കുക, അത് ഈ ഭൂമിയിലെ 70 ഏറിയാൽ 80 വർഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് നിത്യജീവൻ, സ്വർഗത്തിൽ ദൈവത്തോടു കൂടിയുള്ള നിത്യജീവൻ ഉറപ്പാക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതൊന്ന് വിശ്വാസത്താൽ ഏറ്റെടുത്ത്, അതായത് നമ്മളൊന്നത് കാര്യമൊന്ന് സ്വീകരിച്ച് അതിൻ്റെ ലൈവാക്കി തീർത്താൽ മാത്രം മതി. അത് അതിൻ്റെ കാര്യങ്ങൾ പരിപൂർണമായിട്ട് അതെന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഈ ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്നുള്ള ഈ വീഡിയോ ദൈവിക സന്ദേശത്തിൽ, സ്വർഗീയ സന്ദേശത്തിൻ്റെ പല വീഡിയോകളിലും ആ സ്വർഗീയ സന്ദേശങ്ങളുണ്ട്. അതെന്താണ്, എങ്ങനെയാണ് അത് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നത്, മാനസാന്തരപ്പെടുന്നത് എങ്ങനെയാണ്, വീണ്ടും ജന്മം പ്രാപിക്കുന്നത് എങ്ങനെയാണ്, രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്, സ്നാനപ്പെടുന്നത് എങ്ങനെയാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് എങ്ങനെയാണ്, വിശുദ്ധ കൂട്ടായ്മ എന്താണ്, അപ്പം നുറുക്കൽ എന്താണ്, പ്രാർത്ഥന എന്താണ് എന്നുള്ള എല്ലാ അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ച് എല്ലാം ഉള്ള ദൈവത്തിൻ്റെ വചന വ്യവസ്ഥ പ്രകാരമുള്ള ആ ദൈവിക സന്ദേശങ്ങൾ ഈ ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്ന ഈ ചാനലിലുണ്ട്. അത് നിങ്ങൾ കാണുക, കേൾക്കുക. അപ്പോൾ ഇതേപോലെയുള്ള അനാചാരങ്ങളിൽ നിന്നും, ഐതിഹ്യങ്ങളിൽ നിന്നും, പാരമ്പര്യങ്ങളിൽ നിന്നും നിങ്ങൾ മോചനം പ്രാപിക്കുക. കാര്യം ഈ അനാചാരങ്ങളൊന്നും, ഈ പാരമ്പര്യങ്ങളൊന്നും നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാൻ പര്യാപ്തമല്ല എന്ന് നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന സത്യവേദ പുസ്തകം അഥവാ വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി സംശയലേശമെന്നെ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ മനം തിരിഞ്ഞ് സത്യവചനപ്രകാരം ദൈവമക്കളായി തീരുക. സത്യവേദ പുസ്തകപ്രകാരം, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ദൈവത്തിൻ്റെ രാജ്യത്തിൽ അംഗമായി തീരുക. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. പൂർണ്ണമായ ദൈവസ്നേഹത്തിലാണ് ഒരു ആത്മാവിൻ്റെ വില ഈ ലോകത്തിനേക്കാളും വിലയേറിയതാണ്.
ആ വില ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞതുകൊണ്ടാണ് ഈ സത്യം ഞാൻ യാതൊരു കലർപ്പും കൂടാതെ സത്യസന്ധമായിട്ട് നിങ്ങളോട് അറിയിക്കുന്നത്. ഇത് സത്യവചനത്തിൽ യാതൊരു കലർപ്പും കൂടാതെ അതുപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇത് മുഴുവൻ, ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ദൈവവചനമാണ് പറഞ്ഞത്. എൻ്റെ ആശയമല്ല, എൻ്റെ ചിന്താഗതികളല്ല, ദൈവവചനമാണ് ഞാൻ പറഞ്ഞത്. ഇത് ദൈവവചനത്തിൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തെളിവുകളടക്കമുള്ള ഓരോ വിഷയത്തെക്കുറിച്ചുമുള്ള സന്ദേശങ്ങൾ ഈ ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്നുള്ള ഈ വീഡിയോ, ഈ ആത്മീയ ചാനലിൽ ഉണ്ട്. അത് നിങ്ങൾ കാണുക, കേൾക്കുക. ദൈവം സഹായിക്കട്ടെ. ഈ പറഞ്ഞ അനാചാരങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് നിത്യത ഈ ഭൂമിയിൽ സ്വർഗീയ രാജ്യത്തിൽ ഇരിക്കുന്ന ഇമ്മാനുവേൽ എന്നുള്ള ആ അനുഭവത്തിൽ ഈ ഭൂമിയിലും ആത്മീയമായി ആശ്ചര്യകമായി സ്വർഗത്തിൽ പിതാവിനോടുകൂടെയും വസിക്കുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ എല്ലാവരെയും ഏൽപ്പിച്ചുകൊണ്ട് ഈ ദൈവിക സന്ദേശത്തെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്നിച്ച് സ്വർഗത്തിൽ പിതാവിനോടുകൂടി കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി ഈ ദൈവിക സന്ദേശം നിങ്ങൾക്കും എനിക്കും ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും നല്ല പ്രതിഫലത്തിന് കാരണമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടി നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, തിരുനാമത്തിന് മഹത്വം. മാറാനാഥ കർത്താവായ യേശുവേ, വേഗം